ആ ഇൻഫ്ലുവൻസറുടെ ഭാര്യ അവർക്ക് ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നത് ശരിയല്ല എന്ന ബോധ്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോയുടെ ഇൻട്രോ ഒക്കെ തുടങ്ങുന്നത്. അതിനു മുന്നേ തന്നെ ആ പ്രസ്തുത വ്യക്തിയുടെ ചാനലിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ റീച്ചിനെ കുറിച്ചിട്ടും എല്ലാം ഒരുപാട് വാചാലനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ഉടമ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ എന്തായാലും ആ ഒരു ശബ്ദ സന്ദേശം മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കി. ഞാനിതിൽ പേരുകൾ പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ നമ്മളായിട്ട് കേൾപ്പിക്കുന്നില്ല. കാണാം. ജിമോനെ നമസ്കാരം. നമസ്കാരം സാർ. ജിമോനെ, ഈ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വാർത്തകളും കണ്ടെങ്കിലും പേഴ്സണൽ മാറ്റർ ആണല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ അതിനെ കുറിച്ചൊരു വാർത്ത ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാമായിട്ട് ഞാൻ അത് വിട്ടുകളഞ്ഞിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ടും പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് പുള്ളിയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല, അന്ന് ഈ ബ്ലോഗർ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, അറിയപ്പെടുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്. കല്യാണമൊക്കെ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ? അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തുള്ള അയൽവാസികളാ ഏകദേശം. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. അല്ല, 7 വർഷത്തോളം പ്രേമിച്ച് കെട്ടി. അല്ല, മറ്റൊരു കാര്യം ചോദിക്കോട്ടെ, ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? വളരെ സന്തോഷമുള്ള ജീവിതമാണെന്നുള്ളത്. അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? റീൽസ് പോലെയല്ല ഒരിക്കലും ജീവിതം. റീൽസ് വേറെ, റിയൽ ലൈഫ് വേറെ, കേട്ടോ. പിന്നെ ഈ പറയുന്ന വ്യക്തി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ചെറിയ ക്ലാസ് മുതലുള്ള പരിചയമാണെന്ന് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാണ്, കേട്ടോ. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ? അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല. പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാമല്ലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ. അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല. അവര് പറയുന്നുള്ളൂ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും ഇത് പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവള് പറഞ്ഞിട്ടുണ്ട്. അറിയാം. പഠിക്കാൻ വിട്ടായിരുന്നു. ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു. അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് ഈ വീട്ടുകാരോട് പോലും ഈ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ. അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അറിയായിരുന്നോ? അറിയില്ലായിരുന്നു. ഈ ബന്ധം അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവരോട് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ. ഇവള് അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട്
ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ അതെ അതെ, താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ബസ് ഡ്രൈവറിനോട് താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്. അവന്റെ കൂടെ തന്നെയാ അവള്. അവന്റെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ അതെ. അപ്പൊ അവിടെ സൗകര്യക്കുറവായോണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് നടത്തിയത്. അച്ഛനെ സംബന്ധിച്ചോ ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ ഓർത്തു ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? അച്ഛന്റെ നിലപാട് അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തിൽ സമ്മതിക്കാല്ലാതെ വേറെ നിവൃത്തിയില്ല. അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ പ്രാന്താണ് അച്ഛന്, അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഓക്കെ. അപ്പം അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പൊ ഉണ്ടാക്കിയ ഒളിച്ചോടി എന്നുള്ള ഇമേജ് മാറ്റം എടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. അങ്ങനെയുള്ള ഒരു കളിക്കാണ് ഇവള് ഇപ്പം അച്ഛന്റെ അടുത്ത് വന്നത്. ഈ അച്ഛന്റെ, അതായത് ഇവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഈ പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് ജീമോൻ ഇപ്പോഴും ബന്ധവും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു പറഞ്ഞു എന്നോട്. ആ വോയിസ് ഞാൻ സാറിന് ഇട്ട് തന്നിട്ടുണ്ട്. സംസാരിച്ച വോയിസ് വേണമെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് സാറിന് ഇട്ടിട്ടുണ്ട് വാട്സപ്പില്. ഓക്കെ. എന്നിട്ട് എന്താണ് അവരുടെ അന്നേരം നിങ്ങൾ എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജീമോൻ ചേട്ടൻ അത് ശരിയായില്ല, ജീമോൻ ചേട്ടൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഈ ബന്ധങ്ങൾക്കും പോലീസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ എന്നോടും കൂടെ ഈ ചതി വേണ്ടായിരുന്നു. ഇതൊരുമാതിരി മനുഷ്യരെയല്ല, ഞാൻ ഉള്ളവരെ പൊട്ടം കളിയല്ലേ നീ കാണിച്ചെന്ന് ചോദിച്ചു. അല്ല, അപ്പൊ അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി, മോളും പിണങ്ങി. അച്ഛനും പിണങ്ങി, പിണക്കമായി പോയി. ഞാൻ അവരൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ ലോകം മൊത്തം അറിഞ്ഞല്ലേ സാറ്, ഞാൻ എങ്ങനെ ഭാവി തകർക്കുന്നത്? ഒളിച്ചു പോയെന്ന് ജീവൻ പറയണ്ടായിരുന്നെന്ന് വാർത്തയിലെല്ലാം ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ നിന്നവര് ഞാൻ അടക്കമുള്ളവരെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊട്ടന്മാരാക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പറ്റത്തില്ല. ഈ പോയതിനു ശേഷം വിളിച്ചിട്ടുണ്ടോ അറിയാവോ? വിളിച്ചിട്ടില്ല, ായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനില്. ായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാഴി അറിയില്ലെന്ന് പറഞ്ഞു. ഒരു മീഡിയയ്ക്കും മുമ്പിൽ ഇവര് വോയിസ് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് ഒന്നും പറയാത്തത്. ശരി ശരി. ഓക്കെ. ഇപ്പൊ ഒരു പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു CCTV ഫൂട്ടേജ് ഉണ്ടല്ലോ, അത് പുറത്തു വിട്ടത് പ്രശ്നമാണ്. അതായത് ആ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് അത് പുറത്തു വിട്ടതിന് എന്നുള്ളതാണ് ഈ പോയ വ്യക്തി പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പേരും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. മനസ്സിലായില്ലേ? ആ പേരും കാര്യങ്ങളും ഇവിടെ ആവശ്യമില്ല. എന്തിനാ വെറുതെ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. ഈ ഒരു ശബ്ദം പുറത്തുവിട്ട വ്യക്തിക്കെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ആ ഒരു വ്ളോഗർ അയാളും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ടായിരുന്നു. സ്വത്തും സ്വർണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് എന്നുള്ളൊരു കാര്യം, പിന്നെ മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു വ്ളോഗറും പലയിടങ്ങളിലും പരാതികളുമായിട്ട് ചെന്നിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞു പോയ ഈ പുതിയതായി വിവാഹം കഴിഞ്ഞവരും അല്ലാത്തവരോടും ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നീ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ തുടരാതിരിക്കുക. നിയമപരമായിട്ട് തന്നെ ആ ബന്ധം വേറിടുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. ഇതിപ്പോൾ ഈ ഫാമിലിക്ക് നാണക്കേടായി, അവൻ്റെ ഫാമിലിക്ക് നാണക്കേടായി, വീട്ടിനകത്ത് കിടക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങാടിപ്പാട്ടായി. പിന്നെ ചില ഫാമിലി വ്ളോഗേഴ്സ് പറയും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇരച്ചു കയറി ഞങ്ങളെ എന്താ പറയുക നാണം കെടുത്തുന്നു ചില വ്ളോഗേഴ്സ് എന്നൊക്കെ, ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ.
പബ്ലിക്കായിട്ടൊക്കെ ഇട്ടതിന് ശേഷം പറയാ അത് ഞങ്ങളുടെ പ്രൈവസി ആയിരുന്നു എന്നുള്ളത്. നാട്ടുകാർ മൊത്തം കണ്ടിട്ട് എന്ത് പ്രൈവസി അല്ലേ. ഇവിടെ ഇപ്പൊ മറുനാടിന് ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തു വിട്ടപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കയറി കാണുന്നത്, കേൾക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇവിടെ പോവാണ്.